ഓം ശ്രീ മാത്രേ നമ. ഇന്ന് നവരാത്രിയുടെ പുണ്യമായിട്ടുള്ള 7ാമത്തെ ദിനമാണ്. ഇന്ന് കാളരാത്രി എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ദേവിയെ ആരാധിക്കുക. ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദേവി ഇച്ഛായുടെയും ജ്ഞാനത്തിൻ്റെയും ക്രിയയുടെയും അധിപതിയാണ്. അതുപോലെ നവരാത്രി പൂജകളിൽ പ്രധാനമായിട്ട് 3 ദിവസങ്ങളിൽ കൂടുമ്പോൾ ദേവിയുടെ ഭാവങ്ങളിലും വ്യത്യാസം വരും. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ദേവത എന്നുള്ള രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുക. ഇന്ന് 7ാമത്തെ ദിവസമാകുമ്പോൾ കാളരാത്രി എന്നുള്ള ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുക. ദേവിയുടെ ഒരു ഘോര സ്വരൂപിണിയായിരിക്കുന്ന ഒരു ഭാവമാണ് എങ്കിൽ തന്നെ തൻ്റെ ഭക്തരോട് അതീവ വാത്സല്യത്തോടു കൂടി ഭക്തരുടെ ജീവിതത്തിൽ സർവ്വവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുന്നവളായും ദേവി വസിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു കാരണം ദേവിയുടെ ഭാവം ചിന്തിച്ചാൽ, ദേവിയുടെ രൂപം നമുക്ക് ദർശിക്കുമ്പോൾ മനസ്സിലാവും. 2 കൈകളിൽ ഒരു വാളും അതുകൂടാതെ ഒരു ആയുധവും, ഒരു മുള്ളു പോലെയുള്ള രൂപത്തിലുള്ള ഒരു ആയുധവും, മുസലം പോലെ ഇരിക്കുന്ന ഒരു ആയുധവുമാണെങ്കിൽ മറ്റ് 2 കൈകളും തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവി അഭയവും വരദവും ആയിട്ടാണ് ഭാവിക്കുന്നത്. ദേവി അങ്ങനെയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ വളരെ അനുഗ്രഹ പ്രഭ ചൊരിയുന്ന ഭഗവതിയുടെ ഇന്നത്തെ രൂപത്തിൽ, ഭാവത്തിൽ ഭഗവതിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് സർവ്വവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നേടുന്നതിന് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. ഓം ശ്രീ മാത്രേ നമ.